മഹി അവളെ നോക്കി. തന്റെ ഭൂതകാലം അറിയാൻ അവളുടെ കണ്ണിലെ ജിജ്ഞാസ കണ്ടതും അവൻ മെല്ലെ തിരിഞ്ഞു. പിന്നെ പറഞ്ഞു തുടങ്ങി. മോനെ, മഹി. അങ്കിൾ. ഓടി വന്നവനെ അയാൾ വാരിയെടുത്തു. അച്ഛൻ എവിടെ മോനെ? അച്ഛനും അമ്മയും തമ്മി വഴക്കാ അങ്കിൾ. അവന്റെ കുഞ്ഞുമുഖം വാടിയത് കണ്ടതും അയാൾ അവനെ തോളിലേക്ക് ചായ്ച്ചു. സാരമില്ല കേട്ടോ, മോൻ വിഷമിക്കണ്ട. അവരെ ഉച്ചത്തിൽ സംസാരിക്കുന്നു എന്നേ ഉള്ളൂ, അല്ലാതെ അത് വഴക്കൊന്നും അല്ല കുട്ടാ. അല്ല അങ്കിൾ, അമ്മ അച്ഛനെ ഓരോന്നും കൊണ്ട് എറിഞ്ഞു. അച്ഛൻ അമ്മേനെ തല്ലി. അവന്റെ സ്വരമിടറിയതും അയാൾ അവനെയും കൊണ്ട് അകത്തേക്ക് കയറി. അപ്പോഴാണ് ദേഷ്യം നിറഞ്ഞ മുഖവുമായി മുണ്ടും ഷർട്ടും ധരിച്ച ഒരാൾ പുറത്തേക്ക് പാഞ്ഞു വന്നത്. രഘു, നീ വന്നോ? എനിക്ക് മടുത്തു ഈ നശിച്ച ജീവിതം. എന്തൊക്കെയാ സാരഥി നീ പറയുന്നേ? എന്റെ നെഞ്ചിൽ ഈ കിടക്കുന്നത് നിന്റെ മോനാ. അവന്റെ കുഞ്ഞു മനസ്സിൽ ഇപ്പോഴേ നിങ്ങളെക്കുറിച്ചൊരു ചിത്രമുണ്ട്. നീയും ഈശ്വരിയെ പോലെ തുടങ്ങിയ ഈ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താകും? ഞാൻ മാത്രം എപ്പോഴും ക്ഷമിക്കണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അവളുടെ അഹങ്കാരം ഒരു കാലത്തും മാറില്ല. എനിക്ക് കുറച്ച് മനസമാധാനം വേണം രഘു. രഘു തൻ്റെ നെഞ്ചിൽ പതുങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ നോക്കി. മോനെ, അരുൺ വന്നില്ലേ കളിക്കാൻ? ഇല്ല അങ്കിൾ, അവന് കാലുവയ്യ. അയ്യോ, ആണോ? എന്നാതേ മോൻ അവനെ കണ്ടിട്ട് ഈ ചോക്ലേറ്റ് അവന് കൊടുത്തിട്ട് വാ കേട്ടോ. ചോക്ലേറ്റ് കണ്ടപ്പോൾ ആ കുഞ്ഞു മുഖം വിടർന്നു. അവൻ അതും വാങ്ങി അയാളിൽ നിന്നും ഇറങ്ങി പുറത്തേക്കോടി. സാരഥി, നിങ്ങളുടെ ഇടയിൽപ്പെട്ട് ആ കുഞ്ഞു മനസ്സ് പിടയുന്നുണ്ട്. നിങ്ങളത് കാണാതെ പോകരുത്. ഇതിപ്പോ ഇവിടെ നിന്നും കുറച്ച് ദിവസം മാറി നിന്നാൽ ശരിയാകുന്ന കാര്യമേ ഉള്ളൂ. ഞാൻ നിന്നോട് ഒരയ്യരെ പറ്റി പറഞ്ഞത് ഓർമ്മയുണ്ടോ? പുള്ളിക്ക് സ്വർണ്ണക്കടയാണ്. അവിടെ വിശ്വസ്തനായ ഒരാളെ ഇപ്പം ആവശ്യമുണ്ട്. നീ എന്തായാലും അവിടെ വരുമെന്ന് പോയി നോക്ക്. പിടിച്ചു നിന്നാ നിന്റെ ജീവിതം തന്നെ രക്ഷപ്പെടും. അയാൾ ഒന്നും മിണ്ടിയില്ല. എങ്കിലും വീട്ടിൽ നിന്നും ഒരു മാറ്റം അയാൾ അത്രമേൽ ആഗ്രഹിച്ചു പോയിരുന്നു. പക്ഷെ മഹിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അയാൾക്ക് മനസ്സിലൊരു വിങ്ങൽ. പ്രസവിച്ചു എന്നല്ലാതെ തൻ്റെ കുഞ്ഞിനെ അവൾക്കൊട്ടും ഇഷ്ടമല്ല എന്ന സത്യം അയാൾക്കറിയാമായിരുന്നു. പക്ഷേ അവനെ വളർത്തണമെങ്കിലും പണം വേണം എന്ന തിരിച്ചറിവിൽ നാട്ടിൽ നിന്നും വിട്ടു നിൽക്കാൻ തന്നെ സാരഥി തീരുമാനിച്ചു. അന്ന് രാത്രി തന്നെ മഹിയെ രഘുവിനെ ഏൽപ്പിച്ച് അയാൾ അന്യനാട്ടിലേക്ക് വണ്ടി കയറി. പിന്നീടുള്ള 2 വർഷക്കാലം മഹിക്ക് വേദനകൾ നിറഞ്ഞതായിരുന്നു. ഒരു ദിവസം പോലും ആ കുഞ്ഞ് കരയാതെ ഉറങ്ങിയിട്ടില്ല. അതിന് കാരണം അമ്മയുടെ സഹോദരന്മാരും അവരുടെ മക്കളുമായിരുന്നു. സാരഥി പോയതോടെ അവർ കുഞ്ഞിൻ്റെ മേൽ അധികാരം സ്ഥാപിച്ചു. സ്വന്തം മക്കൾ ചെയ്യുന്ന തെറ്റുകൾക്ക് പോലും ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് മഹിയായിരുന്നു. അതും കഠിനമായ ശിക്ഷകളായിരുന്നു അവർ അവന് നൽകിയിരുന്നത്. അങ്ങനെ ഒരു ദിവസം രഘു വരുമ്പോൾ കാണുന്നത് പൊരിയുന്ന വെയിലത്ത് മുറ്റത്തെ ചരലിൽ മുട്ടുകുത്തി നിൽക്കുന്ന മഹിയെയാണ്. അന്നവന് 9 വയസ്സാണ് പ്രായം. കണ്ടാൽ സഹിക്കാൻ കഴിയാത്ത ആ അവസ്ഥയിൽ ആ കുഞ്ഞിനെ കണ്ട രഘു അന്നാദ്യമായി മഹേശ്വരിയെ ചീത്ത പറഞ്ഞു. കുഞ്ഞിനെ വാരിയെടുത്ത് സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി. അവൻ്റെ കാൽമുട്ടിലെ ആ മുറിവുകൾ ഉണങ്ങാൻ ദിവസങ്ങളെടുത്തു. മോനെ, അവർ ഇത്രയും നിന്നെ വേദനിപ്പിച്ചിട്ടും നീ എന്താ സാരഥിയോടോ എന്നോടോ പറയാത്തത്? ഈശ്വരി നിന്റെ അമ്മ തന്നെയല്ലേ എന്നാ ഞാനിപ്പോൾ ചിന്തിക്കുന്നേ. അവൻ വേദന നിറഞ്ഞ ഒരു പുഞ്ചിരി തൂകി. അങ്കിൾ, വടക്കേതിലെ ഡ്രൈവർ അങ്കിൾ രാത്രിയിൽ വീട്ടിൽ വരാറുണ്ട്. അപ്പോൾ അമ്മ വാതിലടയ്ക്കും. ഞാൻ അച്ഛനോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ ദേ എൻ്റെ പുറത്ത് ചട്ടുകം വെച്ച് പൊള്ളിച്ചു. ആ കുഞ്ഞു പറഞ്ഞത് കേട്ട് രഘു വിറച്ചുപോയി. വടക്കേതിലെ മനോജായിരുന്നു സാരഥിയുടെ ഡ്രൈവർ. ഈശ്വരിയുമായി അവന് ചുറ്റിക്കളിയുണ്ടെന്ന് പറഞ്ഞായിരുന്നു അവനെ സാരഥി പറഞ്ഞു വിട്ടത്. അവൻ പോയ ഉടനെ അവൾ അവനെ വീട്ടിൽ വിളിച്ച് കയറ്റിയല്ലോ. രഘു ഓർത്തുകൊണ്ട് അവനെ നോക്കി. മോനിക്കാര്യം ആരോടും പറയണ്ട കേട്ടോ. ഇല്ലങ്കിൾ, പറയില്ല. പക്ഷെ അമ്മ ചീത്തയാ. എനിക്കമ്മ ഇഷ്ടമല്ല. ആ സമയമാണ് സാരഥി തിരികെ വരുന്നത്. അയാളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛൻ്റെ വാത്സല്യത്തിൽ അവൻ അതുവരെ അനുഭവിച്ച സകല വേദനകളും മറന്നു.
ഒരു കുറ്റമോ കുറവോ ആരെക്കുറിച്ചും അവൻ അയാളോട് പരാതിയായി പറഞ്ഞില്ല. അന്ന് വീട്ടിലെത്തിയ സാരഥിയെ കണ്ടിട്ട് പോലും ഭാര്യയ്ക്ക് വലിയ മൈൻഡുണ്ടായിരുന്നില്ല. പോരാത്തതിന് 3 വർഷക്കാലം അയാൾ ആരുടെയോ കൂടെ ആയിരുന്നു എന്ന രീതിയിൽ വഴക്കും തുടങ്ങി. അതൊന്നും കാര്യമാക്കാതെ അധ്വാനിച്ചു കൊണ്ടുവന്ന കാശുകൊണ്ട് സാരഥി പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്തു, പാർത്ഥസാരഥി ട്രേഡേഴ്സ് എന്ന പേരിൽ. അതോടെ അയാളുടെ ശ്രദ്ധ മുഴുവൻ ബിസിനസ്സിലേക്കായി മാറി. അവിടെ വീണ്ടും ഒറ്റപ്പെട്ടത് മഹിയായിരുന്നു. രഘുവും സാരഥിയുടെ കൂടെ പണം സമ്പാദിക്കാനുള്ള തിരക്കിലായിപ്പോയി. അപ്പോൾ മഹിക്ക് ഏക ആശ്വാസം അവൻ്റെ ടീച്ചറും അവരുടെ മക്കളായ അരുണും അരുണിമയുമായിരുന്നു. അരുൺ മഹിയുടെ പ്രായമാണ്. അതിന് 4 വയസ്സിളയതാണ് അരുണിമ എന്ന ഇമ. അന്ന് അരുണിന് ടീച്ചർ വാങ്ങിക്കൊടുത്ത സൈക്കിൾ ചവിട്ടി പഠിക്കുകയാണ് കുട്ടികൾ. ആ സമയത്താണ് മഹിയുടെ അമ്മാവന്മാരുടെ മക്കളായ ദേവും ദത്തും അവരുടെ അടുത്തേക്ക് വരുന്നത്. അരുണിനെയും മഹിയെയും തള്ളിയിട്ട് അവർ സൈക്കിൾ കൈക്കലാക്കി. ദേവിൻ്റെ അനിയത്തിയുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന ഇമ്മക്കുട്ടി ഇത് കണ്ട് ഓടി വന്ന് ദത്തിനെ സൈക്കിളിൽ നിന്നും തള്ളിയിട്ടു. എൻ്റെ ചേട്ടന്മാരെ തള്ളിയിട്ട നിന്നെ എനിക്കിഷ്ടല്ല, ഇതെൻ്റെ ചേട്ടന്മാരുടെ സൈക്കിളാ, വഴക്കുണ്ടാക്കാതെ പോടാ, അവൾ കുഞ്ഞു മുഖം വീർപ്പിച്ചു പറഞ്ഞു. നിലത്ത് വീണ ദത്ത് ചാടി എണീറ്റ് ആ കുഞ്ഞിനെ പിന്നിലേക്ക് തള്ളി. ചെളിയിലേക്ക് വീണുപോയ അവളെ കണ്ട് കളിയാക്കി ചിരിച്ചു. അവളുടെ കൈമുട്ട് പൊട്ടിയത് കണ്ട് അരുൺ ദേഷ്യത്തോടെ ദത്തിനെ തല്ലി. ദേവും ദത്തും മഹിയും അരുണും തമ്മിൽ തല്ലായി. വഴിയെ പോയ തെങ്ങുകയറ്റക്കാരൻ കുമാരനാണ് അവരെ പിടിച്ചു മാറ്റിയത്. കുട്ടികളെ രണ്ടുപേരെയും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് അയാൾ അവിടെ നിന്നും നടന്നു നീങ്ങി. കുറച്ചു നേരം കഴിഞ്ഞതും മഹി ദേഹത്ത് പറ്റിയ ചെളി കഴുകാൻ അടുത്തുള്ള ചെറിയ കുളത്തിലേക്ക് നടന്നു. കൽപ്പടവിന് മുകളിലെത്തിയവൻ മുന്നിൽ കണ്ട കാഴ്ചയിൽ ഞെട്ടിത്തരിച്ച് നിന്നുപോയി. ഇമ്മക്കുട്ടിയെ വെള്ളത്തിലാഴ്ത്തുന്ന ദത്ത്. അവളുടെ പിടച്ചിൽ നോക്കി വല്ലാത്തൊരു ഭാവത്തിൽ നിൽക്കുന്ന ദത്തിനെ കണ്ട് മഹി ഭയന്ന് നിന്നുപോയി. ഇമേ! പെട്ടെന്നൊരു വിളിയോടെ അവിടെ ഓടി വന്ന ദേവിൻ്റെ അനുജത്തി ദച്ചൂട്ടി ദത്തിൻ്റെ പ്രവൃത്തി കണ്ട് കരഞ്ഞുകൊണ്ട് അവനെ പിച്ചാനും മാന്താനും തുടങ്ങി. ദത്തേട്ടാ, ഇമ്മക്കുട്ടീനെ വിട്, ഇല്ല ഞാൻ എല്ലാവരോടും പറയും, സത്യായും പറയും, കുഞ്ഞ് കരച്ചിലോടെ പറഞ്ഞുകൊണ്ട് ഓടാൻ തുടങ്ങി. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നറിഞ്ഞ ദത്ത് കുഞ്ഞിൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ച് കുളത്തിലേക്കിട്ട് കാലുകൾ കൊണ്ട് താഴ്ത്തി. മഹി കണ്ണുകൾ പൊത്തിപ്പോയി. അവൻ്റെ കാലുകൾ കുഴഞ്ഞു. കുറച്ചു കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയ ദത്ത് മഹി നിൽക്കുന്നത് കണ്ട് ഭയന്നു. അവൻ പെട്ടെന്ന് അവിടെ നിന്നും മറഞ്ഞു. കൈകൾ വിടർത്തി ഒളിഞ്ഞു നോക്കിയ മഹി ദത്ത് അവിടെ ഇല്ലെന്ന് കണ്ടതും കുളത്തിനരികിലേക്ക് ഓടി. ഇമ്മക്കുട്ടി, ദച്ചുമോളെ, കരഞ്ഞുകൊണ്ടവൻ കുളത്തിലേക്ക് ചാടി. എന്നാൽ ആ സമയം കൊണ്ട് ദത്ത് സാരഥിയെയും വീട്ടുകാരെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കുളത്തിനരികെ എത്തിക്കഴിഞ്ഞു. മുന്നിൽ കണ്ട കാഴ്ച സാരഥിയെ തകർത്ത് കളഞ്ഞു. മഹേശ്വരി പ്രസവിച്ച അവൻ അതും അതിലപ്പുറവും ചെയ്യും എന്നയാൾ കരുതി. മഹിയുടെ കണ്ണീരിനോ വാക്കുകൾക്കോ അയാൾ ചെവി കൊടുത്തില്ല. കളിക്കുന്നതിനിടയിൽ 2 കുഞ്ഞുങ്ങളും കുളത്തിൽ വീണു മരിച്ചതായി പുറം ലോകം അറിഞ്ഞു. മഹിയെ അന്ന് മുഴുവൻ സാരഥി മുറിയിൽ പൂട്ടിയിട്ടു. കരഞ്ഞു തളർന്നവൻ മയക്കമുണരുമ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത 2 പേരുടെ നടുക്കായിരുന്നു. അവൻ ഭയന്നുപോയി. കണ്ടാൽ ഗുണ്ടകളെപ്പോലെ തോന്നിക്കുന്നവർ ബോർഡിംഗ് സ്കൂളിലെ സെക്യൂരിറ്റിയാണെന്ന് പിന്നീടാണ് അവന് മനസ്സിലായത്. പിന്നീടുള്ള കാലം അവൻ തീർത്തും ഒറ്റപ്പെട്ടു പോയി. ജീവിതത്തോട് വാശിയും ദേഷ്യവുമായിരുന്നു അവന്. വല്ലപ്പോഴും അവനെ കാണാൻ രഘു അങ്കിൾ മാത്രം വന്നു. അവൻ്റെ അവസ്ഥ അയാളെ ഏറെ വേദനിപ്പിച്ചു. സ്നേഹത്തോടെ ചേർത്ത് നിർത്തി അയാൾ അവനോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. എല്ലാം കേട്ട് അയാൾ പോലും ഞെട്ടി. ഇത്തിരി പോന്നൊരു ചെക്കൻ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ. സാരഥിയെ വിവരമറിയിക്കാമെന്ന് പറഞ്ഞ അയാളെ മഹി വിലക്കി. എന്നെ വിശ്വാസമില്ലാത്ത എൻ്റെ അച്ഛൻ അങ്കിള് പറഞ്ഞാൽ വിശ്വസിക്കോ? അവൻ്റെ ആ ചോദ്യം അയാളുടെ ഹൃദയം മുറിച്ചു. വേണ്ട, എന്നെ മനസ്സിലാക്കി എൻ്റെ അച്ഛൻ എന്ന് എന്നെ അന്വേഷിച്ചു വരുന്നോ അന്ന് എനിക്കിനി അച്ഛനെ കണ്ടാൽ മതി. അവൻ്റെ ആ ശബ്ദം ഉറച്ചതായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. മഹി വാശിയോടെ പഠിച്ചു. തനിക്ക് താൻ മാത്രമേ ഉള്ളെന്ന് മനസ്സിനെ പഠിപ്പിച്ചു. MBA പഠിക്കാൻ കോളേജിൽ ചെന്ന ദിവസം റാഗിങ്ങിൻ്റെ പേരിൽ അവനെ ഉപദ്രവിക്കാൻ ശ്രമിച്ച സീനിയേഴ്സിനെ അവൻ ക്രൂരമായി തിരിച്ചുപദ്രവിച്ചെടുത്തു നിന്നും മഹി മഹേശ്വറായി മാറുകയായിരുന്നു. MBA പഠിച്ചിറങ്ങുന്നവരെയും അവൻ ആ കോളേജിലെ ഹീറോ ആയിരുന്നു.
പെൺകുട്ടികളുടെ ആരാധനാപാത്രം. അങ്ങനെയായിരുന്ന മഹി ഒരൊറ്റ പെൺകുട്ടിയെ പോലും മൈൻഡ് ചെയ്തില്ല. അവൻ്റെ ഉള്ളിൽ ദത്തിനോടുള്ള പക മാത്രമായിരുന്നു. തൻ്റെ കുട്ടിക്കാലം, അനിയത്തിക്കുട്ടികളുടെ ജീവൻ, അച്ഛൻ്റെ വാത്സല്യം ഒക്കെയും നഷ്ടപ്പെടുത്തിയ അവനോടുള്ള പക. MBA കഴിഞ്ഞവൻ ന്യൂസ് പേപ്പറിൽ ഒരു കോളം കണ്ട് മുംബൈക്ക് വണ്ടി കയറി. അവിടെ ചെന്നവൻ മുംബൈ ഡെവിളിൻ്റെ റൈറ്റ് ഹാൻഡായി മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല. ജീവിതത്തോട് വാശിയോട് പൊരുതി അവൻ നേടിയെടുത്തത് കോടികൾ. അങ്ങനെ ജീവിതം ഒരു കരക്കടിപ്പിച്ചപ്പോഴാണ് സാരഥി വീണ്ടും അവനെ കാണാൻ വരുന്നത്. തെങ്ങുകയറ്റക്കാരൻ കുമാരൻ പറഞ്ഞറിയേണ്ടി വന്നു അച്ഛന് മകൻ്റെ നിരപരാധിത്വം. തെങ്ങുമുകളിലിരുന്ന് അയാൾ കണ്ട കാഴ്ച സാരഥിയോട് തുറന്നു പറയാൻ വർഷങ്ങൾ വേണ്ടി വന്നു അയാൾക്ക്. അപ്പോഴേക്കും സാരഥിയുടെ തറവാട്ടിൽ ഈശ്വരിയുടെ ആങ്ങളമാർ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു. കുടുംബത്തോടെ താമസിക്കുന്നവരെ ഇറക്കിവിടാൻ അയാൾക്ക് കഴിഞ്ഞില്ല. പക്ഷെ തൻ്റെ വിയർപ്പുകൊണ്ട് മാത്രം കഷ്ടപ്പെട്ട് നേടിയെടുത്തതൊക്കെ സ്വന്തം മകൻ്റെ പേരിലാക്കാൻ അയാൾക്ക് കഴിഞ്ഞു. അതോടൊപ്പം ഉള്ളിൽ നീർക്കൊണ്ടിരുന്നൊരു ഭാരം മകന് മുന്നിൽ ഇറക്കി വെച്ചു. മകനെ ചേർത്തു പിടിച്ചു. ഉള്ളുകൊണ്ട് മാപ്പപേക്ഷിച്ചു. അന്ന് പോയ അച്ഛൻ്റെ ജീവനറ്റ ശരീരമാണ് പിന്നീട് അവൻ കാണുന്നത്. അതിൻ്റെ കാരണക്കാരൻ ആരാണെന്നറിയാൻ വേണ്ടി തന്നെയാ വീണ്ടും തറവാട്ടിലേക്ക് കാലുകുത്തിയത്. അപ്പോഴേക്കും തൻ്റെ വളർച്ച അന്വേഷിച്ചറിഞ്ഞ അമ്മാവൻ മകളെ തനിക്ക് വേണ്ടി ഒഴിഞ്ഞു വച്ചിരിക്കുന്നു. ഐശ്വര്യലക്ഷ്മി എന്ന ലച്ചു. അവൾ എന്താണെന്നും ഏതാണെന്നും മറ്റാരേക്കാൾ മഹിക്കറിയാം. മഹി ചന്തുവിനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയത് അവൻ്റെ കൈകളാണെന്ന് തുറന്നു പറഞ്ഞു. ഞാൻ പിന്നെ എന്താ വേണ്ടത്? ഇനിയും എൻ്റെ മുന്നിലൂടെ ജീവിക്കാൻ വിടണോ? അറിയാതെ അവൾ വിലങ്ങനെ തല ചലിപ്പിച്ചു. ചന്തു, എനിക്കിനിയും നിന്നോട് ചിലത് പറയാനുണ്ട്. എന്താണെന്ന ഭാവത്തിൽ അവൾ അവനെ നോക്കി. എൻ്റെ അച്ഛൻ്റെ നെഞ്ചിലെ ഭാരം ഒളിച്ചോടിപ്പോയ സ്വന്തം സഹോദരിയായിരുന്നു. അവരെ കണ്ടെത്തി അച്ഛനുണ്ടാക്കിയതെന്തോ അതിൻ്റെ നേർപകുതി അവർക്ക് നൽകണമെന്നായിരുന്നു എന്നോട് ആവശ്യപ്പെട്ടത്. എന്നോട് കാട്ടാത്ത കരുണ എനിക്കെന്ന് അച്ഛനോട് തോന്നിയില്ല. പക്ഷേ അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണം അറിഞ്ഞപ്പോൾ അച്ഛൻ്റെ അവസാന ആഗ്രഹം നിറവേറ്റാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ അപ്പച്ചിയെ അന്വേഷിച്ചു, കണ്ടെത്തി. അവരുടെ അവസ്ഥ എന്നെ വേദനിപ്പിച്ചു. നേരിട്ട് ചെന്ന എന്തു പറയും എന്നറിയാത്ത ഞാൻ മറ്റൊരു പ്ലാൻ ആസൂത്രണം ചെയ്തു. പക്ഷെ മംഗലത്തുള്ളവർ അപ്പച്ചിയെയും കുടുംബത്തെയും പറ്റി അറിഞ്ഞ അവരുടെ ജീവന് തന്നെ ഭീഷണിയാകുമെന്ന് തിരിച്ചറിഞ്ഞ ഞാൻ എൻ്റെ മുറപ്പെണ്ണിനെ തന്നെ എൻ്റെ ഭാര്യയായി വീട്ടുകാർക്ക് മുന്നിൽ കൊണ്ടുവന്നു. മഹിയുടെ വാക്കുകൾ കേട്ട് അവൾ ഞെട്ടിപ്പോയി. മഹിയേട്ടാ? അതേടോ, എൻ്റെ അച്ഛൻ പാർത്ഥസാരഥിയുടെ ഒരേ ഒരു പെങ്ങൾ ലളിതാംബിക അന്തർജനത്തിൻ്റെ മകളാണ് താൻ, എൻ്റെ മുറപ്പെണ്ണ്. തൻ്റെ അവസ്ഥയെ ഞാൻ മുതലെടുത്തു. തന്നെ കൊണ്ടുവന്നത് സ്വത്തിൻ്റെ അവകാശം തന്നിലേക്ക് എത്തിക്കാൻ മാത്രമായിരുന്നു. എൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ എൻ്റെ ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാണ്. അന്ന് ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിൽ പോലും തോന്നിയില്ല. എഗ്രിമെൻ്റ് കാലാവധി കഴിയുമ്പോൾ സ്വത്തുക്കളുടെ അവകാശവുമായി തനിക്ക് പോകാം. അതായിരുന്നു കണക്കുകൂട്ടൽ. താൻ എന്നോട് ക്ഷമിക്കണം. എൻ്റെ കാര്യം മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റാൻ ആ ഒരു വഴിയേ എൻ്റെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. മഹിയുടെ വെളിപ്പെടുത്തൽ കേട്ട് ചന്തു നിലത്തേക്ക് ഊർന്നുപോയി. അപ്പോൾ മഹിയേട്ടൻ്റെ മനസ്സിൽ പോലും ഞാൻ എന്നോട് അങ്ങനെയൊന്നും? അവളുടെ ചങ്ക് പിളരുന്നത് പോലെ വലിയൊരു നിലവിളി അവളുടെ തൊണ്ടക്കുഴയിൽ തങ്ങി നിന്നു. ചന്തു? അവൻ അവളുടെ മുന്നിൽ മുട്ടുകുത്തി. ഞാൻ മഹിയേട്ടാ, എനിക്ക് കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കണം. കണ്ണുകൾ നിറച്ച് ഇടർച്ചയോടെ അവൾ അത് പറയുമ്പോൾ അവൻ്റെ ഉള്ളം വിങ്ങി. പക്ഷെ അവൻ ഒന്നും മിണ്ടാതെ എണീറ്റ് റൂമിലേക്ക് നടന്നു. അവൻ്റെ സാമീപ്യം അകന്നതും അവൾ പൊട്ടിക്കരച്ചിലൂടെ നിലത്തേക്ക് കിടന്നു. അവളുടെ കരച്ചിലിൻ്റെ ചീളുകൾ കാതിൽ പതിച്ചതും അവന് അവളുടെ അരികിലേക്ക് ഓടിയെത്താനും അവളെ മാറോടണയ്ക്കാനും കൊതി തോന്നിപ്പോയി. പക്ഷേ ഒറ്റയ്ക്കിരിക്കണമെന്ന അവളുടെ വാക്ക് അതവനെ പിന്തിരിപ്പിച്ചു. തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നിയ അവൻ ബാത്റൂമിൽ കയറി അവളോട് ചെയ്തു പോയ തെറ്റോർത്ത് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വെള്ളത്തിനൊപ്പം കണ്ണുനീർ ഒലിച്ചിറങ്ങി. ആ സമയം ചന്തു പെട്ടെന്ന് അവിടെ നിന്നും ഇറങ്ങി നടന്നു. ഫോണോ ബസ്സോ
ഒന്നും എടുക്കാതെ ഏതോ ഒരു മായാലോകത്തിലെന്ന പോലെ അവൾ നടന്നു. ചീറിപ്പായുന്ന വണ്ടികളോ എതിരെ വരുന്ന മനുഷ്യരോ ഒന്നും അവളുടെ കണ്ണിൽപ്പെട്ടില്ല. മഹിയുടെ നെഞ്ചിൽ അവളോട് തരിമ്പും സ്നേഹമില്ലെന്ന ഒരേ ഒരു തോന്നൽ മാത്രം. രാവിലെ മുതൽ ഉന്മേഷത്തോടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് പാറു, തൻ്റെ കിച്ചനെ ഒരു നോക്ക് കാണാൻ കൊതിച്ചുകൊണ്ട്. അവളിലെ ആ മാറ്റം കണ്ട് ലളിത അമ്പരന്ന് നിന്നു. അമ്മേ, ശാരദേച്ചി വരുന്നെന്നറിഞ്ഞുള്ള തുള്ളലാ, പവി അവളെ ചൊറിഞ്ഞു. പാറു ഒന്നും മിണ്ടാതെ ചിരിയോടെ കിച്ചണിൽ കയറി അവൻ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി. അവനെയും സ്വപ്നം കണ്ട് അങ്ങനെ നിന്നു. പെട്ടെന്ന് 2 കൈകൾ അരയിൽ ചുറ്റിയതും അവൾ പുഞ്ചിരിയോടെ തിരിഞ്ഞു. കിച്ചാ. അവൻ്റെ മുഖം കണ്ടതും അവൾ അവനെ ഇറുകെ പുണർന്നു. എത്ര ദിവസമായി പെണ്ണെ നിന്നെ ഒന്ന് കണ്ടിട്ട്. അവൻ്റെ പരിഭവം നിറഞ്ഞ സ്വരം. അവൻ അവളുടെ കഴുത്തിൽ മുഖമമർത്തി. പാറു! ഹേ! ഞെട്ടലോടെ അവൾ തിരിഞ്ഞു. തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്ന അമ്മയെ കണ്ട് അവൾ ഇളിച്ചു കാട്ടി. നീ ഇത് ഏത് ലോകത്താ മോളെ? ദേ അടുപ്പത്ത് നോക്കിയേ, അരി ഇപ്പൊ പായസമായിട്ടുണ്ട്. അയ്യോ! അവൾ ഓടിച്ചെന്ന് അടപ്പ് പൊക്കിയെടുത്തു. അയ്യോ! ഒരു നിലവിളിയോടെ അടപ്പ് പാത്രം നിലത്തേക്ക് വീണു. ഓ, ഈ പെണ്ണ് കയ്യും പൊള്ളിച്ചോ? കൈ പുകയുന്നതിനുമിടയിലും അവൾ വീണ്ടും ഒന്നിളിച്ചു. മുറ്റത്ത് കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും അവളുടെ ഉള്ളു കുതിച്ചു. ശാരദ വന്നെന്നോ തോന്നുന്നു, ഞാനൊന്ന് പോയി നോക്കട്ടെ. അവൾ തിരിഞ്ഞോടിയതും പാറുവിൻ്റെ മുഖം പൂത്തുലഞ്ഞു. തൻ്റെ പ്രാണനെ കാണാൻ അവൾ അത്രമേൽ ആഗ്രഹിച്ചിരുന്നു. വേഗം ചോറ് ഊറ്റിവെച്ച് അവൾ അവനെ ഒരു നോക്ക് കാണാൻ അത്യധികം ആഗ്രഹത്തോടെ ലിവിംഗ് റൂമിലേക്ക് നടന്നു. എന്നാൽ അവിടെ ഇരിക്കുന്ന ടീച്ചറെയും കുഞ്ഞിയെയും കണ്ടതും അവളുടെ മുഖം മങ്ങി. അവളുടെ മിഴികൾ വാതിലിലേക്ക് നീണ്ടു. പാറു, ശാരദ വന്നില്ല, അഭിയ വന്നത്. ലളിത ചിരിയോടെ പറഞ്ഞതും മങ്ങിയ ചിരിയോടെ അവൾ തിരിഞ്ഞു പോകാൻ തുടങ്ങി. മോളെ, ഒന്ന് നിന്നേ, ഞാൻ മോളെ ഒന്ന് കാണാനും ചിലത് സംസാരിക്കാനുമാണ് വന്നത്. പാറുവിൻ്റെ മുഖം ചുളുങ്ങി. എന്താ ആൻറ്റി? ടീച്ചർ ചിരിയോടെ അവളുടെ കരം കവർന്നു. ആൻറ്റിയല്ല, അമ്മ. അമ്പിയെപ്പോലെ തന്നെ എന്നെയും കണ്ടാൽ മതി മോളെ. എൻ്റെ മകൻ്റെ പെണ്ണായി നിന്നെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് അമ്പിയോട് ചോദിക്കാൻ വന്നതാ ഞാൻ. പാറു ഞെട്ടിപ്പോയി. അത് ആൻറ്റി, ഞാൻ ആൻറ്റിയല്ല മോളെ, അമ്മ. അങ്ങനെ വിളിച്ചാൽ മതി എന്നെ. എനിക്ക് മോളെ ഇഷ്ടമായി. എൻ്റെ അമ്പിയുടെ മോളല്ലേ നീ. എനിക്ക് നീ മതി എൻ്റെ അരുണിൻ്റെ പെണ്ണായി. പാറു എന്തു പറയുമെന്നറിയാതെ നിൽക്കുമ്പോൾ അവൾ കണ്ടു വാതിലിൽ ഞെട്ടലോടെ നിൽക്കുന്ന തൻ്റെ എല്ലാമായവനെ.